ഈ സമീപകാലത്ത് എനിക്കൊന്ന് ഒരു 2 കൊല്ലം മുമ്പാണെന്ന് തോന്നുന്നു ആസിഫ് അലിയുടേതായിട്ടൊരു ചിത്രം പുറത്തിറങ്ങിയിരുന്നു. രേഖാചിത്രം രേഖാചിത്രം സിനിമ. ഒരു ആ കൊലപാതകത്തിന്റെ ഒരു ചുരുളഴിയുന്നു. കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നതാണ്. അതായത് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 10, 30 വർഷത്തിന് മുമ്പ്, 30 അല്ല 40 വർഷത്തിന് മുമ്പ് നടന്ന, അതായത് കാതോട് കാതോരം സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നടന്ന ഒരു കൊലപാതകം. അത് ഇത്ര വർഷത്തിന് ശേഷം ആ കൊലപാതകത്തിൽ ആ മൃതദേഹം മറവ് ചെയ്യുന്നതിന് പങ്കുണ്ടായിരുന്ന ഒരാൾ ഒരു ലൈവ് ഇടുകയാണ്. ഞാൻ ഇന്ന പോലെ കൊലപാതകം നടന്നു, ഇന്ന സ്ഥലത്താണ്, ആ സ്ഥലത്തിരുന്നു കൊണ്ടാണ് ലൈവ് ഇടുന്നത്. അതിനുശേഷം ഇയാൾ ഇന്ന സ്ഥലം കുഴിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ആത്മഹത്യ ചെയ്യും. സിനിമയിൽ അങ്ങനെയാണ്. അപ്പോൾ അതിനെ തുടർന്ന് ഈ ചുരുളഴിയുന്ന ആണ്. അതായത് ഒന്നും ഒരു തുമ്പുമില്ല. ആകെ ഇയാൾ പറഞ്ഞ ഒരു 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 കുറ്റസമ്മതം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു തുമ്പുമില്ലാതെ അവസാനം ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇത് അന്വേഷിച്ച് പുറകെ പോയി ഈ സിനിമ തീരുമ്പോഴത്തേക്ക് ഈ കുറ്റവാളികളെ കണ്ടെത്തി അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതാണ് ഈ സിനിമ. ഏതാണ്ട് ഇതേപോലെയാണ് ഈ കോഴിക്കോട് കൂടരഞ്ഞി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മുഹമ്മദ് അലി എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു 54 വയസ്സുള്ള ഒരാൾ ഒരു വെളിപ്പെടുത്തൽ നടത്തി. 14 വയസ്സുള്ള സമയത്ത് ഒരാളെ കൊന്നു ഒരാളെയല്ല, 2 പേരെ, ഒന്ന് 14-ാം വയസ്സിലും ഒന്ന് 18-ാം വയസ്സിലും ഞാൻ 2 പേരെ കൊന്ന് കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. കുഴിച്ചുകൂടി എന്ന് പറഞ്ഞത് കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷമാണ്, 2025-ലാണ് ഈ മുഹമ്മദ് അലിയുടെ ശരിക്കുള്ള പേര് ആന്റണി എന്നായിരുന്നു. അയാൾ മതം മാറിയ മുഹമ്മദ് അലി. അപ്പോൾ ഈ മുഹമ്മദ് അലി കഴിഞ്ഞ വർഷമാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയുന്നത്, എനിക്ക് 14 വയസ്സുള്ളപ്പോൾ ഞാൻ ഈ കൂടരഞ്ഞിയിൽ ഇന്ന സ്ഥലത്ത് വെച്ച് ഒരാളെ കൊലപ്പെടുത്തിയിട്ടുണ്ട്, എന്നെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ച ഒരാളെ ഞാൻ കൊലപ്പെടുത്തിയിട്ടുണ്ട്, ചവിട്ടി തോട്ടിലിട്ടു, അയാൾ മരിച്ചെന്ന് പിന്നീട് അറിയുന്നു. അതുപോലെ തന്നെ 18-ാമത്തെ വയസ്സ് ഇയാളെ പണം തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിയ ഒരുത്തനെ ഇയാളും കഞ്ചാവ് ബാബു എന്ന് പറഞ്ഞ ഒരാളും കോഴിക്കോട് വെള്ളക്കിണർ അവിടെ വെച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന്. അങ്ങനെ 2 കൊലക്കേസിന്റെ കഥ ഇയാൾ പറയും. അപ്പോൾ ഈ ഉദ്യോഗസ്ഥരാകെ ഞെട്ടിപ്പോയി. ഇതൊരു കഥയാണെന്നാണ്. 40 വർഷം 39 വർഷം മുമ്പാണെന്നാണ്. പക്ഷേ അങ്ങനെ ഒരു കൊലപാതകം, അങ്ങനെ ഒരാൾ മരിച്ചിട്ടുണ്ടെന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞ സമയത്താണ് ഒരു നിയമപ്രശ്നം. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇയാളെ എന്ത് ചെയ്യാൻ പറ്റും? മുഹമ്മദ് അലി 14-ാമത്തെ വയസ്സിൽ ചെയ്ത ഒരു കൊലപാതകം മാത്രമാണ് ഇപ്പോൾ ജുവനൈൽ കേസായി. അപ്പോൾ 14 വയസ്സെന്ന് പറയുമ്പോൾ ജുവനൈൽ ജസ്റ്റിസിന്റെ ഇതിൽ വരുന്ന ആളാണ്. എന്ത് സംഭവിക്കും ഈ മുഹമ്മദ് അലിക്ക് എന്നുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷയം. അതെ, വളരെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഇയാളെ 14 വയസ്സുള്ളപ്പം ചെയ്ത കുറ്റത്തിന് ഇയാൾക്ക് 54 വയസ്സുള്ളപ്പോൾ എങ്ങനെ ശിക്ഷ കൊടുക്കും? അതിൻ്റെ വകുപ്പിൽ വരുമോ? അത് കുറ്റസമ്മതം നടത്തിയ പ്രായം വെച്ചാണ് അത് കണക്കാക്കേണ്ടത് എന്നുള്ള ചോദ്യം നിയമപ്രശ്നം അവിടെ വരുന്നുണ്ട്. ഇതിപ്പോൾ ഈ മരിച്ചു എന്ന് പറയുന്ന ഒരാൾ അവിടെ മരണപ്പെട്ടിരുന്നതായിട്ട് അന്നത്തെ പത്രവാർത്തയുണ്ട്. ഈ പറഞ്ഞ സ്ഥലത്ത് ഒരാൾ മരണപ്പെട്ടിരുന്നു പത്രവാർത്തയുണ്ട്. അപ്പോൾ ഈ പത്രവാർത്തയിൽ അനുസരിച്ച് പോലീസ് അന്വേഷിച്ച് 1 വർഷം കൊണ്ട് അവർ ഈ മരിച്ച ആരാണെന്ന് കണ്ടെത്തി. അതൊരു മോഹനൻ എന്ന് പറഞ്ഞ ഒരാളാണ്, കണ്ണൂർ മോഹനൻ. അപ്പോൾ അയാൾ അപസ്മാര രോഗിയാണ് എന്ന് കരുതിയാണ് ഈ തോട്ടിൽ മരിച്ചു കിടക്കുകയാണല്ലോ. അപ്പം അപസ്മാര രോഗികൾക്കുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇതുപോലെ വെള്ളമൊക്കെ അതിനുള്ളിൽ വീണ് വന്ന് മരിക്കും. അപ്പോൾ അങ്ങനെ മരിച്ചതാകാം എന്ന് കരുതിയാണ് ആ കേസ് അങ്ങനെയാണ്. അതും അന്നത്തെ കാലത്ത് അന്നത്തെ പത്രങ്ങളിൽ ഓർക്കണം 86-ലാണ്, 40 വർഷം കൃത്യം. അപ്പോൾ ഈ ഒരു 2 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ ഒരു സിംഗിൾ കോളം വാർത്ത മാത്രമാണ്, ഒരാൾ മരിച്ചു കിടക്കും എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്ത മാത്രമാണ്. അപ്പം ഇത് പോലീസ് അന്വേഷിച്ചാൽ ഈ ആളെ കണ്ടെത്തി തിരിച്ചറിഞ്ഞു. ഇതിനിടയ്ക്ക് ഇയാളുടെ കൺഫെഷൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുകയൊക്കെ ചെയ്യുന്നു. അയാൾ പിന്നെ ജാമ്യത്തിൽ ഇറങ്ങുകയാണ് ചെയ്തത്. ഇങ്ങനെ ഒരാൾ മരിച്ചിരുന്നു എന്നുള്ള കണ്ടെത്തി, ഈ പറഞ്ഞ ദിവസം തന്നെയാണെന്നുള്ളതും കണ്ടെത്തി. അന്ന് തന്നെ പോലീസ് അന്വേഷിച്ച് ആ ആളെ തിരിച്ചറിയുകയും ചെയ്തു. ഇപ്പോൾ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇയാൾക്ക് പറ്റിയത് എന്താണെന്ന് ചോദിച്ചാൽ ഈ മുഹമ്മദ് അലിക്ക് അയാൾക്ക് ഭയങ്കര കുറ്റബോധം. അയാളുടെ ഒരു മകൻ മരിച്ചു, മകൻ മരിക്കുന്നു, ഒരു മകൻ ആക്സിഡന്റ് ആണ്. ഇയാളെ വിടാതെ ദുരന്തങ്ങൾ ഈ 54 വയസ്സായി ഇങ്ങനെയൊക്കെയുള്ള ഒരു വിഷയങ്ങൾ ഉണ്ടായപ്പോൾ അയാൾ തൻ്റെ വിധിയെ പഴിക്കുകയാണ്. തനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായല്ലോ എന്നോർത്ത് അയാളുടെ വിധിയെ പഴിക്കുക. അപ്പോൾ അങ്ങനെയാണ് ഇയാൾ പറയുന്നത്. അപ്പം എന്താണെങ്കിലും അന്ന് ഈ കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് 14 വയസ്സ് മാത്രമാണ് ഈ മുഹമ്മദ്. ഇതിന് സമാനമായും തീർത്തും പറയാൻ കഴിയുകയില്ലെങ്കിലും നമുക്ക് ഓർമ്മ വരുന്നത് പണ്ട് നക്സൽ വർഗീസിനെ വെടിവെച്ച് കൊന്നു എന്ന് പറഞ്ഞ രാമേന്ദ്രൻ നായരുടെ വെളിപ്പെടുത്തലാണ്. അതെ, എത്രയോ പതിറ്റാണ്ടുകൾക്ക് ശേഷം അയാൾ വെളിപ്പെടുത്തുന്നു. പക്ഷേ അതിൽ ഇയാൾ മാത്രമല്ല, അന്ന് SP ആയിരുന്ന DYSP ആയിരുന്ന ലക്ഷ്മണയും കുടുങ്ങി. ലക്ഷ്മണ ജയിലിൽ കിടക്കേണ്ടത്. ഈ രാമേന്ദ്രൻ നായർ പത്തനാപുരത്ത്, അതെ, കുന്നിക്കോട് അങ്ങനെ പറഞ്ഞ സ്ഥലത്തുള്ള ആളാണ്. അപ്പം അദ്ദേഹം ഈ സ്ഥിരമായിട്ട് ഈ അടൂരൊക്കെ വന്നിരിക്കുമ്പോൾ മാധ്യമപ്രവർത്തകരുമായിട്ടൊക്കെ പുള്ളി നല്ല കമ്പനിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു പഴയ ലേഖകൻ
ഈ ഗോപി മോഹനോട് ഇത് പുള്ളി പലതവണ പറഞ്ഞിട്ടുണ്ട്. വർഗീസിനെ കൊന്ന ഞാനാണ്, വർഗീസിനെ ഞാനാണ് വെടിവെച്ചത്. അപ്പോൾ ഗോപി മോഹനും പറയുന്നുണ്ട് ഈ കൊച്ചാട്ടൻ ഇടയ്ക്ക് വന്നിരുന്ന ഏതോ ഒരു വർഗീസിനെ പുള്ളി വെടിവെച്ച് കൊന്ന കഥ പറയുന്നുണ്ട്. പുള്ളി പോലീസ് നല്ല വെള്ളമാണ്, വെള്ളത്തിൻ്റെ പുറത്തായിരിക്കും. അവസാനമാണ് ഇത് നമ്മുടെ മാധ്യമ വാഴ്ചപ്പതിപ്പിൽ അല്ല ഇത് വന്നിട്ട് റജി ഇങ്ങേർക്കാരെന്ന് തോന്നുന്നു അന്നത്തെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തത് റജിയോ അങ്ങനെ കണ്ട് പറഞ്ഞ കക്ഷിക്കില്ലായിരുന്നു. എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി. ഇത് വലിയ പ്രമാദമായി വിഷയമായി. ഒരു ലക്ഷ്മണയൊക്കെ അകത്തു പോയി. എല്ലാവരും അന്നത്തെ ഉദ്യോഗസ്ഥരെല്ലാം ജീവിച്ചിരുന്നവരെല്ലാം അകത്തു പോയി. കുറെ പേര് മരിച്ചും പോയി. ഈ രാമേന്ദ്രൻ നായരും മരിച്ചു. പക്ഷെ രാമേന്ദ്രൻ നായർ പറയുന്നത് അദ്ദേഹത്തിന് ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അദ്ദേഹം ഇത് പറയുന്നത്. അതെ, അയാൾ പറയുന്നത് ഇയാൾ വലിയ കുഴപ്പക്കാരണം എനിക്ക് വന്നിട്ടില്ല. ഇയാളെ പിടിച്ചാൽ നിയമവിധേയമാക്കുന്നതിന് പകരം പിടിച്ചതിന് ശേഷം ഇവര് എവിടേക്കോ വിളിക്കുന്നു, തിരുവനന്തപുരത്തേക്ക് എന്നാണ്. അന്ന് ആരെ വിളിച്ചെന്നല്ല, അന്ന് ആഭ്യന്തര CH9 കോയാണ്, മന്ത്രിസഭയാണ് 69. അദ്ദേഹത്താണ് വിളിച്ചത്. അത് അന്നത്തെ അന്ന് DGP IG ആരാണ് വിളിച്ചത്. അപ്പോൾ ഒരുപക്ഷെ വിളിച്ചവർ അവിടെ നിന്ന് കൊടുത്ത മറുപടി ഷൂട്ട് ചെയ്യുമെന്നായിരുന്നു എന്നാണ് ഇയാൾ പറയുന്നത്. അതെ, ഇയാളെ ഏറ്റുമുട്ടലിൽ വധിച്ചു എന്നായിരുന്നു ഇവർ പറഞ്ഞത്. എൻകൗണ്ടർ എന്നായിരുന്നു പറഞ്ഞത്. ഇവരെ ആക്രമിച്ചപ്പോൾ അങ്ങനെയല്ല, പിടിച്ച് കെട്ടി ഇയാളെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. അപ്പം അതുപോലെയാണ് ഇദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. പക്ഷേ ഇദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ, ഈ മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് 14-ാമത്തെ വയസ്സിൽ, പ്രായമാണ് ഇതിന്റെ ഒരു ഘടകം. അപ്പോൾ അവിടെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ, ജുവനൈൽ ജസ്റ്റിസിന് ഈ ലോകമെമ്പാടും പാലിക്കുന്ന ഒരു അന്താരാഷ്ട്ര ഒരു കരാറുണ്ട്. 17 വയസ്സും 364 ദിവസവും വരെ ജുവനൈലാണ്. എന്ന് പറഞ്ഞാൽ 18 വയസ്സ് തികയുന്നതിന്റെ തലേദിവസം വരെ അയാൾ എന്ത് കുറ്റകൃത്യം ചെയ്താലും അയാൾ ജുവനൈലായിട്ടേ വരത്തുള്ളൂ. അതിന് അയാളെ കുറ്റവാളിയെന്നോ പ്രതിയെന്നോ പിന്നെ അല്ലെങ്കിൽ പിന്നെ കൊലപാതകി എന്നോ ഒന്നും പറയാൻ കഴിയില്ല. അതായത് ഈ നിയമവുമായി കലഹിക്കുന്ന ഒരു കുട്ടി എന്ന് വെച്ചാൽ അതാണ്, അങ്ങനെയാണ് അതിന്റെ ഒരു നിർവചനം ഉള്ളത്. അപ്പോൾ അത് കാരണം ഈ എത്ര വയസ്സിൽ ചെയ്ത കുറ്റകൃത്യം അതിന് ശേഷമാണ് പുറത്തു വരുന്നതെങ്കിലും ആദ്യം ജുവനൈൽ ജസ്റ്റിസ് അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങത്തുള്ളൂ. പിന്നെ ഇപ്പൊ ഇയാളെ ശിക്ഷിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം, ഇതിന് ശക്തമായ തെളിവുകൾ വേണം. ഇയാളുടെ കൺഫെഷന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കപ്പെടില്ല. ഇല്ല, കോടതി എപ്പോഴും തെളിവുകൾ, സാക്ഷിമൊഴിയൊക്കെ വേണം. അപ്പം ഇതിന് ശക്തമായ തെളിവുകൾ വേണം. അപ്പം ഇദ്ദേഹം പറയുകയാണ്, ഞാൻ 14-ാമത്തെ വയസ്സ് അപ്പം ഇങ്ങനൊരു സംഭവം നടന്നു, പക്ഷേ മരിച്ചത് ഇന്നയാളാണ്, അത് ഇയാൾ കാരണമാണ് മരിച്ചത് എന്നുള്ളതൊക്കെ തെളിയണം. സാക്ഷിമൊഴി ഒന്നുമില്ല, ഒരു സാക്ഷി ഒന്നുമില്ല. മാത്രമല്ല ഈ മനുഷ്യൻ തന്നെ, മരിച്ച മനുഷ്യൻ ആരാണെന്നുള്ള അറിയുന്ന പോലെ വളരെ കാലത്തിന് ശേഷമാണ്. അപ്പൊ ഇത്രയും പഴക്കം, ഇവർ തമ്മിൽ നേരത്തെ ഒരു പരിചയം ഒന്നും ഉള്ള ആളല്ല. ഇയാളെ ലൈംഗിക പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഇയാൾ ഒന്നാണ് ഇയാൾ അവകാശപ്പെടുന്നത്. ഇപ്പൊ ക്രൈം രജിസ്റ്റർ ചെയ്ത സ്ഥിതിക്ക് കോടതിയിൽ ചെന്ന് കോടതി വാദവും കേൾക്കും. പക്ഷേ ഈ പറയുന്ന ആൾക്ക് ശിക്ഷ കിട്ടാൻ യാതൊരു മാർഗവും ഉണ്ടാകുന്നില്ല. ഒന്നാമത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ളതാണ്. എങ്കിൽ പോലും ഇത്ര വർഷത്തിന് ശേഷം, അയാൾ മേജർ ആയതിനു ശേഷം, പ്രായപൂർത്തി ആയതിനു ശേഷമാണ് അദ്ദേഹം ഈ വെളിപ്പെടുത്തൽ നടത്തുന്നത് എങ്കിൽ പോലും അദ്ദേഹത്തിന് ശിക്ഷ കിട്ടാൻ സാഹചര്യ തെളിവുകൾ, ദൃക്സാക്ഷിമൊഴി, അങ്ങനെ ഇതെല്ലാം കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മരിച്ചത് മോഹനാണെന്ന് ഉറപ്പിക്കാൻ ഒന്നുമില്ല. അല്ല, അതാണ് കൊന്നത് ഇയാളാണെന്ന് ഉറപ്പിക്കാനും ഇയാൾ പറയുന്ന വാക്കില്ല, ഒരു തെളിവില്ലല്ലോ. കോടതി ഡോക്യുമെന്റ് എന്നുള്ള കോടതിയിൽ എവിഡൻസ് വളരെ പ്രധാനമാണല്ലോ. പിന്നെ നമുക്ക് സിനിമയ്ക്ക് പറ്റിയ ഒരു കഥയായിട്ട് ഇത് മാറാം എന്നുള്ളതല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇത് കുറച്ചുകൂടെ ഒക്കെ ഓർമ്മയുണ്ടായിരിക്കും. കുറേ വർഷം മുമ്പ് ആലപ്പുഴയിൽ രാഹുൽ എന്നൊരു കുട്ടിയെ കാണാതെ. അതെ. അപ്പോൾ അതിൽ ഒരു മനുഷ്യൻ താനാണ് കൊന്നതെന്ന് പറഞ്ഞ് അവകാശപ്പെട്ടുകൊണ്ട് വന്നിരുന്നു. അവസാനം പറഞ്ഞ അയാളെ മാനസിക ശരിയല്ല, അയാൾ കള്ളം പറഞ്ഞ കാര്യം ഇയാൾ പറഞ്ഞനുസരിച്ച് പല കുഴിക്കുകയും ചെയ്തു. ഞാൻ കുഴിച്ചിട്ടു വന്നു, കുഞ്ഞിനെ കൊന്ന് കുഴിച്ചിട്ടു വന്നു, അപ്പോൾ അവിടെ എല്ലാം കുഴിച്ചില്ല. അപ്പോൾ ഇയാൾക്ക് എന്താ മാനസിക പ്രശ്നമുള്ള ഒരാളാണെന്ന് ഇയാൾ വന്ന് വെറുതെ മനുഷ്യനെ മെനക്കെടുത്താണെന്നുള്ള പിന്നെ പോലീസ് സത്യം. 2 വർഷം മുമ്പ് പത്തനാപുരത്തല്ല, കൂടലിൽ ഇത് സംഭവിച്ചു. ഒരു ലേഡി വരുന്നു, അവൾ പറയുന്നു അവളുടെ ഭർത്താവിനെ അവൾ കൊന്ന് വാടക വീട്ടിൽ കുഴിച്ചിട്ടെന്ന് ഇവരുടെ സഹായത്തോടെ. ഇവിടുന്ന് അത് കേട്ട വാതി കേൾക്കാത്ത വാതി ഇവിടെ കൂടൽ സ്റ്റേഷനിലെ വനിതാ SIയുടെ നേതൃത്വത്തിൽ, ഷമീമോൾ എന്നാണ് അവരുടെ നേതൃത്വത്തിൽ നേരെ വിട്ടുപോകുന്നു. ഉള്ള പറമ്പുകളെല്ലാം കുഴിക്കുന്നു, ഒരുത്തൻ്റെ വാടക വീട് കുഴിക്കുന്നു. ആ വാടക വീടിൻ്റെ ഉടമസ്ഥൻ എപ്പോഴും വെള്ളം അടിച്ച് പൂസായി കിടക്കുന്ന ഒരുത്തരാണ്. ഈ മുറിയെല്ലാം കുഴിക്കുന്നു. അവസാനം ഉണ്ട് ഈ വാർത്തയെല്ലാം കൂടെ വരുമ്പോൾ ഈ വാർത്ത കണ്ട് രസിക്കുകയാണ് ഈ ഭർത്താവ് തൊടുപുഴയിലെ ഒരു ഹോട്ടലിലിരുന്ന്. അപ്പോൾ എന്താ അപ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നു, ഇവള് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കും. എന്ത് ചെയ്യാൻ പറ്റും? അവൾ പറയുന്നതിൻ്റെ പിന്നെ ശാസ്ത്രീയ വശം ഒന്നും പരിശോധിക്കാൻ ചാടിക്കയറി കുഴിക്കാൻ പോയവരാണ് പ്രശ്നം. പിന്നീടാണ് കോമഡി നടക്കുന്നത്. ഇവളെ ഈ SI ഇടിച്ചെന്ന് പറഞ്ഞാൽ ഇവള് പോയി അഡ്മിറ്റ് ആകുന്നു ആശുപത്രിയിൽ. ഈ കൺഫെഷൻ നടത്തിയ ലേഡി. അതിന്റെ പിറ്റേന്നുണ്ട് ഈ വീടിന്റെ ഉടമസ്ഥൻ പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ വന്നിരിക്കുകയാണ്, പത്രസമ്മേളനം നടത്തുന്നത്. എന്താണ്
ഇദ്ദേഹത്തെ ചില ആൾക്കാർ പൊക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് എൻ്റെ കുഴിച്ച വീട് മുഴുവൻ നിങ്ങൾ തിരിച്ച് റെഡിയാക്കി അടിച്ച് എന്തുവാ തറ മണ്ണുള്ള തറയാ, അതൊക്കെ മാറ്റിയിട്ട് ടൈലിട്ട് തരണമെന്ന് പറഞ്ഞ് വന്നിരിക്കും. ഇല്ലെങ്കിൽ പോലീസിനെതിരെ കേസ്. സത്യത്തിൽ പോലീസ് പെട്ടു എന്ന് പറഞ്ഞാൽ കേരള പോലീസിന് ഏറ്റവും അധികം നാണം കെടുത്തിയ ഒരു വെളിപ്പെടുത്തലായിരുന്നു അത്. അപ്പോൾ പക്ഷെ അതിൽ നിന്നൊക്കെ ഉപരിയായിട്ട് ഇതിനകത്ത് അത്യാവശ്യം കാര്യങ്ങളുണ്ട്, ഏതാണ്ട് കോറിലേറ്റ് ചെയ്ത് വരുന്നു. എങ്കിൽ പോലും ശിക്ഷിക്കാൻ വകുപ്പില്ല എന്നാണ് ഞാനിത് ഒന്ന് രണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ പല നിയമസ്ഥരും പറഞ്ഞതിന് സാധ്യത കുറവുകാരാണ്. കാരണം ഒരു കൊലക്കേസിന്റെ തെളിവ് സാക്ഷി ഒന്നുമില്ലല്ലോ, ഒരു സാധനമില്ല. ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം ഈ 14 വയസ്സിൽ ചെയ്ത കുറ്റം 54-ാം വയസ്സിൽ പറയുമ്പോൾ ഇയാൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ള ചോദ്യമാണ്. സത്യത്തിൽ ഇപ്പം നമ്മൾ പറയുന്ന ഒരു കൺക്ലൂഷൻ എത്തിയാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല.